പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു ദിവസം തെറ്റി ഞായറാഴ്ചയ്ക്ക് പകരം തിങ്കളാഴ്ചയാണിത്. ആദ്യത്തെ കമൻറ്റ് മീന സതീഷ്. പൈസ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഞാൻ വാങ്ങിയേനെ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മണം ആസ്വദിച്ചിരിക്കാമല്ലോ, ഇടയ്ക്ക് കഴിക്കാനും കിട്ടും. നമ്മുടെ ബാക്കിലത്തെ സ്ഥലത്തിൻ്റെ പാമ്പുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞില്ല ആള്. മറ്റേ ഒരു 40 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടത്. അതിനെക്കുറിച്ചിട്ടാണ് മീന സതീഷ് പറഞ്ഞു പോണത്. ലക്ഷ്മി നിങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാതിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലാണ് കേട്ടോ. അടുത്തത് സതീയസ്. സരിതയെ ഞങ്ങളും മുതിരയും ഇടിച്ചക്കയും കൂടി പുഴുക്കും മുളകോഷ്യവും തേങ്ങ അരച്ചിട്ട് വെക്കും. പക്ഷേ പൊടിയായൊന്നും അരിയില്ല, ചെറിയ കഷ്ണങ്ങളാക്കി അരിയും. മുരിങ്ങക്കായുടെ കൂടെ ഇട്ട് സാമ്പാറും വെക്കും. സൂപ്പറാണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോ കാണുന്നതൊരു നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 72 വയസ്സുള്ള അമ്മൂമ്മയാണ് എന്ന് എഴുതിയിരുന്നില്ലേ, ആ സതി തന്നെയാണ് ഞാൻ. നമ്മുടെ സാമ്പാറിൽ ഇടുന്ന ഇടിയഞ്ചക്ക, ചിലര് സാമ്പാറിൽ കിട്ടിയ കഷ്ണങ്ങളൊക്കെ, അത് നമുക്ക് ലഭ്യമായിട്ടുള്ള വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഇടും. നീയണങ്ങനെ ഓരോന്നിന് അത് വേണം ഇത് വേണം എന്ന് പറയുന്നത്? ഇല്ലില്ല, ഞാന് എല്ലാ കഷ്ണങ്ങളും ഞാനും ഇടും. പക്ഷെ തക്കാളി വെണ്ടക്കായ എങ്കിലും വേണ്ടേ? പോട്ടെ, വെണ്ടക്കായ വേണ്ടേ? വെണ്ടക്കായ ഇല്ലാണ്ട് എന്ത് സാമ്പാർ? വെണ്ടക്കായ്ക്ക് പകരം സാമ്പാർ ചീരിട. അതാ ഞാൻ പറയാറുള്ളൂ, വെണ്ടക്കായ വേണം, ബാക്കി എന്തിട്ട് കഷ്ണം ഞാൻ ഇട്ടോളാം, വെണ്ടക്കായ മാത്രം. എന്നിട്ട് അതിലത്തെ വെണ്ടക്കായ ഒന്നും ഇവര് തിന്നില്ലേ, ഞാനാണ് എടുത്ത് തിന്നണത്. അല്ല താങ്ങി തിന്നും. വായിക്കി മീൻ കൂട്ടാൻ വെക്കില്ലേ, എന്നിട്ട് അതിലത്തെ മീൻ കഷ്ണമൊക്കെ ചേട്ടൻ തന്നെയല്ലേ തിന്നണത്? അതന്നെ പറഞ്ഞത്. ഇതൊക്കെ നമ്മളെന്നെ തിന്നാൻ എന്തൊരു ഗതികേടെന്ന് ആലോചിക്കുക. അടുത്തത് ഷെസീസ് വ്ളോഗ്സ്. അജു ചേട്ടനൊരു കാര്യം, അമ്മിക്കല്ല് കൊണ്ട് ചക്ക അരിയണത് കണ്ട് ചിരിച്ചെത്തു. അല്ല, അതും ഡെമോൺസ്ട്രേഷൻ കാണിക്കണമല്ലോ. രാജേന്ദ്രൻ നായർ. കുട്ടനല്ലൂര് കേരള ഗ്രാമീണ ബാങ്കിൽ എൻ്റെ മകൾ ഇപ്പോൾ 21ന് ജോയിൻ ചെയ്തു. അതെ, നല്ല ആശംസകൾ. നമ്മുടെ കുട്ടനല്ലൂര് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടാ. അവിടെ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, കണ്ടില്ലേ നീ? തോട്ടപ്പടിയില് അവിടെ ആയിരിക്കും ജോലിക്ക് കിട്ടിയത്. അടുത്തത് വി ബാക്ക് ആപ്പ് മാസ്റ്റർ. സരിതയ്ക്ക് എന്നും അജു ഒരു പിടിച്ചോറ് വാരി തരുമല്ലോ, എന്നിട്ട് അജുവിൻ്റെ കൈ വയ്യാതായിട്ട് ഒരു പിടിച്ചോറ് അജുവിന് വാരി കൊടുത്തില്ലല്ലോ, കഷ്ടം. അത് ശരിയല്ലേ? ഞാൻ എന്നൊരു ദിവസം വാരി തന്ന ചോറ് അല്ല, നാളെ ഞാൻ വാരി തന്നില്ലേ? കൈന് വയ്യാണ്ടിരിക്കുമ്പോഴാണോ മൊത്തം ചോറ് ഞാൻ വാരി തന്നത്? അടുത്ത് രാധാമണി. അജു സരിത, ഇന്നത്തെ വീഡിയോ സൂപ്പർ. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതിൽ സന്തോഷം. കാരണം സിനിമ കാണാൻ പോയപ്പോഴൊക്കെ ചിരിച്ച് മതിയായിട്ടുണ്ട്. ഓർമ്മ ഇന്നും വന്നു. നിങ്ങളുടെ വീഡിയോയിലൂടെ ഇന്നും കുറേ ചിരിച്ചു. കിലുക്കസിന്മേലെ. പിന്നെ പണ്ട് കാലത്തൊക്കെ ഇടിച്ചക്കയും മുതിരയും വെക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ആണല്ലോ. ഓർമ്മയും വന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മയുണ്ടായിരുന്നു. പണ്ടൊക്കെ വീട് ചുവന്ന മണ്ണ് ആയിട്ട് തേച്ചാണല്ലോ വീടുണ്ടാക്കുന്നത്. അമ്മ അവരുടെ വീടിൻ്റെ ചുമരൊക്കെ ഓരോ ഭാഗത്തു നിന്ന് കത്തി കൊണ്ട് കുത്തി ഓരോ മണ്ണിൻ്റെ കട്ട എടുത്ത് തിന്നുമായിരുന്നു. ഞങ്ങളത് നോക്കി നിൽക്കും. അതൊക്കെ ഓർമ്മ വന്നു വീഡിയോയിലൂടെ. തിരുവനന്തപുരം വശത്താണ് ഈ ഒരു അമ്മ. എവിടെ പാമ്പ്? മതിലിന്റെ അവിടെ ഒരു പാമ്പ്. അപ്പൊ അതിനോട് അങ്ങോട്ട് ഓടിയതാ. ചേരയാണ്, വലിയ ചേരയാ. അങ്ങനെ കയറിപ്പോയി മുകളിലേക്ക്. നല്ല നീളമുണ്ട്, വണ്ണല്ല. ചാർലിയും ഇമ്രാനും ഓടിപ്പിച്ചു അതിനെ പാമ്പിനെ ഓടിപ്പിച്ചു. പക്ഷെ പാമ്പ് രക്ഷപ്പെട്ടു. ചാർലിയെ കഴിച്ചില്ലേ? എടുത്തോ, വായിച്ചോ വായിക്കറി. എവിടെ വരെ വായിച്ചത്? അല്ല, അത് ഫുൾ വായിച്ചു. അല്ല, അത് മണ്ണ് പൊട്ടിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിയെ ക്രാവായിരിക്കുന്ന ടൈമിലാണ് തിരുവനന്തപുരത്ത് ഒരു അമ്മാമ്മ ഈ മണ്ണും ഈ വീടിൻ്റെ ചുമരുകളൊക്കെ പൊട്ടിച്ച് തിന്നതായിട്ട് പേപ്പറിലുണ്ടായിരുന്നു, റേഡിയോ കൗതുക വാർത്തയിലുണ്ടായിരുന്നു. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ, കേട്ടിട്ടില്ലേ? അടുത്തത് ഗോപാൽ. മുഴുവനായി വാങ്ങാൻ ബിൽഡേഴ്സ് വരും. ഇൻഡിവിജ്വലായി വാങ്ങുന്നവർ 5-10 സെന്റ് വാങ്ങിയുള്ളൂ. അവിടെ പ്രൈസ് എന്താണ് ഇപ്പോൾ?
അതിന് വേണ്ടിയിട്ട് ഞാൻ ആളെ വിളിച്ച് ചോദിച്ചു. ആള് വിലയൊന്നും പറഞ്ഞിട്ടില്ല. ആളെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇന്നലെ കാലത്ത് വിളിച്ചതാ. വഴിയില്ല സ്ഥലത്തേക്ക്. വഴിയുണ്ട്, വഴി ആ റോട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കണം. ആളുടെ സ്ഥലം തന്നെയാണ് അതും. അതൊക്കെ അതിന്ന് വഴി ഇട്ടിട്ട് ഇവിടം വരെ കൊടുക്കണം. ആള് കൊടുക്കില്ല. അപ്പൊ അത്രയും ദൂരം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഇവിടെ വരെ വഴി ഇടണമെങ്കിൽ ഒരു 10-12 സെന്റ് സ്ഥലം വേണ്ടി വരും. അപ്പൊ ഇവിടെ കൊടുക്കാനുള്ളത് ഇവിടെ 40 സെന്റ് ഉള്ളതൊന്നും ഉണ്ടത്. അപ്പൊ അത്രയും വഴിക്ക് അത്രയും സ്ഥലത്തിന് വഴി കൊടുക്കുന്നത് നഷ്ടല്ലേ? പക്ഷെ 12 സെന്റ് വഴി വന്നാലും അതിന്റെ വില അതുമാതിരി കിട്ടില്ലേ? വഴി ഇല്ലാണ്ട് ആരെങ്കിലും വാങ്ങിക്കോ സ്ഥലം? നമ്മള് വാങ്ങിക്കണം നമ്മുടെ സ്ഥലത്തിനോട്. നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് വീട്ടുകാർ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവര് അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കണം. അടുത്തത് രമണി പടിഞ്ഞാക്കര. സരിതയും തന്നെയും കൂടി ചായക്കട തുടങ്ങിയാൽ സരിതയുടെ കാപ്പി കുടിക്കാൻ ഞാൻ തീർച്ചയായും വരും. അതിനിപ്പോ ചായക്കട തുടങ്ങൊന്നും വേണ്ട, വീട്ടിലേക്ക് വന്നോ, ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. കാപ്പിയുടെ ഒരു കഥ ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കാപ്പി കട തുടങ്ങിയാലേ അല്ല ഒരാള്. ശരി. അടുത്തത് രതീഷ് വിആർ. സൂപ്പർ ടാ, നാടൻ വിഭവം. എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ കാപ്പി കുടിക്കാൻ തോന്നി. ചേട്ടൻ തോന്നിയില്ലേ? കാപ്പി കുടിക്കാൻ തോന്നി, എന്നാലും ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. 4 മണി 4:30 സമയമാണേ. ഇന്ന് ഞായറാഴ്ച ആയ കാരണം ഇന്ന് ഷോപ്പിലേക്ക് പോയി വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കിടന്നവിടെ ഉറങ്ങി എൻ്റെ കണ്ണൊക്കെ ചിലപ്പോൾ വീർത്തിരിക്കണ്ടോ ഉറങ്ങിയിട്ട്. ചേട്ടനും അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് തലയ്ക്കൊരു മന്നത് പോലെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടും. എനിക്ക് മന്നിപ്പൊന്നും നടന്നില്ലേ? ഇല്ലേ, എനിക്ക് നല്ല മന്നിപ്പുണ്ട്. രതീഷ് വിആർ. സൂപ്പർ ട്ടാ, നാടൻ വിഭവങ്ങൾ എന്നും എൻ്റെ ഫേവററ്റ്. ചക്കയും മാങ്ങയും പുളിമരവും കശുമാങ്ങയും ഞാവൽ പഴവും എക്സെട്ര. എവിടെ നോക്കിയാലും പാടത്തും പറമ്പിലും പച്ചക്കറി കൃഷിയും നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന പോട്ടൂർ വില്ലേജ്. ഇന്ന് പഴയ പോലെ കൃഷിപ്പണിയൊന്നുമില്ല, കൃഷിക്കാരുമില്ല. താങ്ക്സ് അജുബായി ഫാമിലി. അപ്പോൾ രതീഷ് വിആർ അല്ലേ? അപ്പോൾ രതീഷിൻ്റെ വീട് പോട്ടൂരാണല്ലേ? പോട്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോലടി പോട്ടൂര്. ശരി, ഗ്രാമപ്രദേശം. ആ വശത്തു നിന്നാണ് നമ്മൾ പേളീനെ എടുത്ത് കൊണ്ടുവന്നത്. പേളീനെ എടുത്തു കൊണ്ടുവന്നല്ല, അവിടെ പോട്ടൂര് കഴിഞ്ഞിട്ടല്ല കേട്ടാ. അല്ല, നമ്മൾ വരടിയം ആവശ്യമാണ് എടുത്തു കൊണ്ടുവന്നത്. ശരി ശരി, ഓർമ്മയൊക്കെ പോയി. അടുത്തത് നിമറോസ് ഡേവിസ്. ഹായ് സുന്ദരിയായ കണിക്കൊന്ന. 21:34 മലമ്പാമ്പല്ല, കൂടെ താമസിക്കാൻ വാസുട്ടം കൂടി ഉണ്ടാവും. അങ്ങനെ പറയണമെന്ന്. നല്ല കമ്പനി ആയിരിക്കും. സ്ഥലം മേടിക്കാൻ ഉദ്ദേശിച്ചവർ. അജു ചേട്ടൻ്റെയും സരിത ചേച്ചിയുടെയും അടുത്ത് താമസിക്കാം. കിട്ടിയ അവസരമാ, മേടിച്ചാലോ? അപ്പോൾ ഇതാ അജു ചേട്ടൻ. കമോൺ എവരിബഡി, വാസുട്ടനായിട്ട് താമസിക്കാൻ വരൂ. സരിത ചേച്ചി, ആ ഇടിയൻ ചക്ക അരിഞ്ഞത് കാണാൻ നല്ല രസമുണ്ട്. സമയം എടുക്കുമെങ്കിലും എല്ലാം കറക്റ്റായിട്ട് കിട്ടി. കൂട്ടാ സൂപ്പർ. ആദ്യം ഞങ്ങൾക്ക് പാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വന്ന് എടുക്കണ്ട. അല്ല, ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ അതികൂടി ഒക്കെ നീർക്കോലിനെയും ചേരേനൊക്കെ ഇങ്ങനെ കാണാം എപ്പോഴെപ്പോഴും. പക്ഷേ മലമ്പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടാ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറിയിരുന്നാലോ. പിന്നെ മലമ്പാമ്പിന് വാസുട്ടൻ എന്ന് പേരിട്ടത് ഒരു പ്രവാസിയാണ്. ഇപ്പൊ പ്രവാസിയുടെ പേര് ചോദിച്ചോടുകൂടി ആളെ കാണാല്ലേ എന്നുകൊണ്ട്. ആള് പാലക്കാരനാണ്. അതെ, പ്രവാസി. കാരണം ചക്കയും പോർക്കും കൂടിയിട്ടുള്ള ഇത് നല്ല വെപ്പ് പാലലിക്ക് വരാൻ പറഞ്ഞത്. അപ്പൊ പാലക്കാരനായിരിക്കും. അടുത്ത് ബിന്ദു അജി. എൻ്റെ സരിതയെ മനസ്സിലായി എന്ന് പറയാതെ കാണിച്ചു കൊടുത്താൽ എനിക്ക് ആത്മസംതൃപ്തി കിട്ടൂ. തേങ്ങ ചേട്ടാ അരിയണത് കാണിച്ചില്ലേ, അതാ. പത്മനാഭൻ നായർ. ജയശ്രീ ഡൽഹി. ഇത്ര അധികം ഫിലിം ഡയലോഗ്സ് എങ്ങനെ ഓർമ്മ വെക്കുന്നത്? ജയശ്രീ ചേച്ചി ഡൽഹിയിലുള്ള ആളിന് അയാളെ ഈ മെയിൽ ഐ ഡി അല്ല, ഈ ഐ ഡിയാണ് പത്മനാഭൻ നായർ എന്നുള്ളത്. എഴുതണത് ജയശ്രീ ചേച്ചിയാണ്. ഇത്രയധികം ഫിലിം ഡയലോഗ്സ് എങ്ങനെയാണ് ഓർമ്മയിൽ വെക്കുന്നത്? അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല, അത് തന്നെ വരുന്നതാണ്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ അതുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു സിനിമാ ഭാഗം നമുക്ക് ഓർമ്മ വരും. കുറെ സിനിമകൾ കാണുന്നത് കൊണ്ടേ ആയിരിക്കും. കുറെ സിനിമകൾ കാണല്ല, കണ്ട പടങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണുന്നോണ്ടായിരിക്കും. ഇപ്പോഴത്തെ സിനിമകളുടെ ഒന്നും ഡയലോഗ് ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ആട് 3 കണ്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടായിലത്തെ? ഒന്നും ഓർമ്മയില്ല. ആ സമയം ആട് 1-ലത്തെ കുറെ ഡയലോഗുകൾ നമ്മളെ ഓർമ്മയിൽ നിൽക്കണതാ അല്ലേ? പക്ഷെ എടുത്ത് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോഴത്തെ സിനിമകളിൽ എടുത്തങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല ഡയലോഗുകൾ. ആ സമയം പണ്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡയലോഗുകളാക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും.
അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം. പണ്ടത്തെ പാട്ടുകളൊക്കെ വരികളൊക്കെ നമുക്ക് ഏകദേശം അറിയാം. ഇപ്പോഴത്തെ പാട്ടുകളെ വരികളൊക്കെ അറിയൂ. മൊഴി മിഴി അങ്ങനത്തെ വാക്കുകളൊക്കെ കൂടുതലൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്തൊക്കെയോ പണ്ടെടുക്കുമ്പോൾ ഞാൻ പാട്ട് വയ്ക്കും. അപ്പം നമ്മുടെ ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ നമുക്ക് പഴയ പാട്ട് കേൾക്കാൻ തോന്നും, ചിലപ്പോൾ 80-90 കാലഘട്ടത്തിലത്തെ പാട്ടുകളാവും വയ്ക്കുക, ചിലപ്പോൾ ഞാൻ 2000 പാട്ടുകളാവും, ചിലപ്പോൾ പുതിയ പാട്ടുകൾ വയ്ക്കും, തമിഴ് വയ്ക്കും, ഹിന്ദി അങ്ങനെ വയ്ക്കും. ഇപ്പോഴത്തെ പാട്ടുകൾ വെച്ച് ചേട്ടൻ വരും, എന്തിട്ട് പാട്ടുകളെന്ന് ചോദിച്ചിട്ട്. അടുത്തത് അജീഷ് VC. നമസ്കാരം. ടാറുണ്ട ഉരുട്ടി ഞാനും പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഓരോ വികൃതികൾ കാണിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത ശ്രീജ MP. ഗുരുവായൂരിൽ ഇടിച്ചക്ക വലിയ കഷ്ണങ്ങളായി നുറുക്കുന്നതാണ് കണ്ടത്. പുഴുക്കിൽ ചേർന്ന് കിടക്കുന്നുണ്ട്. ഗുരുവായൂർ സദ്യയല്ല, ഇടിച്ചക്ക അവിടെ അങ്ങനെ കൊറേ കാണിക്കായിട്ട് പച്ചക്കറികൾ കിട്ടുമല്ലോ. ഒരു ദിവസം ഏതോ മറ്റേ ഏകാദശിയുടെ ഏതോ ഒരു ദിവസം ഈ സാധനം പുഴുക്കായിരുന്നു. ഇടിച്ചക്ക കാണുന്നുണ്ടായിരുന്നില്ല, അത് ചേർന്ന് പോയി തോന്നുന്നു. ടേസ്റ്റ് ഉണ്ട്. അവിടെ കുറെ പേര് കൂടിയിരുന്ന് കഷ്ണങ്ങൾ നുറുക്കുന്നതും പ്ലാവില കുത്തുന്നതും കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പ്ലാവില കൊട്ടി കഞ്ഞി കുടിച്ചു. ഓർഗാനിക് ഫുഡ്, നല്ല സംസാരം, നൈസ്. അടുത്തത് ജയശ്രീ ശ്രീധരൻ. ഡു സംതിങ് അബൌട്ട് എ സ്നേക്ക്. In that well, tell the owner of the land to inform the concerned authorities. Aju unnecessarily tension, or you directly inform the authorities urgently. നമ്മൾ വിളിച്ചതാണല്ലോ ഫോറസ്റ്റിലേക്ക് അന്ന് തന്നെ. അവർ വന്നതല്ലേ അവര്. പക്ഷെ വന്നപ്പോ വെള്ളമുള്ള കാരണം കൊണ്ട് അവർ ഇറങ്ങിയില്ലേ കിണറ്റില്. വെള്ളം ഇല്ലാണ്ട് കിടക്കുകയാണെങ്കിൽ അവരിറങ്ങിയാനെ, പൊത്തുകളൊക്കെ പരിശോധിച്ചാനെ, എല്ലാ വക സംവിധാനങ്ങളായിട്ട് വന്നത്. അടുത്തത് ഗായത്രി ജയൻ. എൻ്റെ ഭർത്താവിൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ ഇടിയൻ ചക്ക എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കും. ഗായത്രിക്ക് ചക്ക ആണാണോ എന്ന് ചോദിച്ചിട്ട് ഇടിയൻ എന്നല്ല പറയണ. ഇടിയൻ ലംബോദരൻ എന്നൊക്കെ പറയണ പോലെ ഇടിയൻ ചക്ക. അവിടെ ഇടിച്ചക്ക എന്നാ പറയാന്ന്, അവിടെ ഇടിച്ചക്ക എന്നാണ് പറയാ. അതെ അതെ. അടുത്ത് ലൈഫ് ടുഡേ. സരിതയുടെ അച്ഛൻ പൂച്ചയുടെ പുറത്ത് ചഴണി വെച്ച് പൂച്ച നടക്കുന്നത് സരിത കാണിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. ദൈവമേ, ഈ രോഗം പകരുമോ എന്ന്. സാധാരണ അജുവേട്ടനാണ് എല്ലാം ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞാനും ചെയ്യും, ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. പക്ഷെ ചേട്ടൻ്റെ അത്രയ്ക്കില്ല എന്ന് മാത്രം. ഇതൊരു ഭയാനകമായ വെർഷനാണല്ലോ, ഇത്രയ്ക്ക് ഞാനില്ല. ഞാൻ അത്യാവശ്യം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ തക്കോണം കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ച് ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് സംസാരിക്കുക. ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ്, പണ്ടേ അങ്ങനെ തന്നെയാണ്. അടുത്തത് ബിന്ദു ധനജൻ. കാശുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലം വാങ്ങാമായിരുന്നു. ഇത്രയും അധികം ഒന്നും വേണ്ട കേട്ടോ. കൂടുതലൊരു 15 സെൻറ്റ്, നല്ല ഭൂമി, നല്ല വെള്ളം കിട്ടും. പിന്നെ നല്ല ഉയർന്നു കിടക്കുന്ന സ്ഥലമാണ്, നല്ല മണ്ണാണ്, വെള്ളക്കെട്ടില്ല, ഉണ്ടാവില്ല, കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വഴി ഇല്ല. മുറ്റത്ത് കിണറുള്ളൊരു കൊച്ചു സുന്ദരമായ വീട് എന്നും എൻ്റെ സ്വപ്നമാണ്. ആ പറമ്പ് കാണിച്ച് നിങ്ങൾ എന്നെ വല്ലാതെ കൊതിപ്പിച്ചു. അതും നിങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ. സാരല്ല, എല്ലാത്തിനും ഒരു യോഗം വേണം. വീഡിയോ വളരെ ഇഷ്ടമായിട്ടോ. അടുത്തത് ലക്ഷ്മി അനിക്കുട്ടൻ. അജുവേട്ടാ, ഞാൻ പലതവണ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ്. മുടിയുടെ ആ കഥ ഒന്ന് പറയാമോ പ്ലീസ്? എൻ്റെ മുടി വളർത്തിയ കഥയാണ് പറയുന്നത്. അയ്യോ, അത് പിന്നെ ഒരു എപ്പിസോഡിൽ പറയാം. നാളെ അങ്ങനെ വീഡിയോ ഇനി എടുക്കണ വീഡിയോയിൽ പറയാട്ടാ. രാസിലുലു. പൈസ ഉണ്ടെങ്കിൽ വാങ്ങാമായിരുന്നു. അയ്യോ, കുറേ പേര് പറയുന്നില്ല അങ്ങനെ. സരിത അജു അയൽപ്പക്കമാകും എന്ന് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൈവ് കാണാം. അപ്പോൾ യൂട്യൂബ് നോക്കിയിരിക്കണ്ട. ഷൂട്ടിംഗ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ഷൂട്ടിംഗ് കാണാനേക്കാളും രസം വീഡിയോ കാണാനായിരിക്കും അല്ലേ? സിനിമേരെ പറയില്ലേ, ഷൂട്ടിംഗ് കണ്ട പ്രാന്ത് വരുന്നു. അതങ്ങനെ ഇവിടെ നമ്മളങ്ങനെ ഇല്ലല്ലോ. വീണ്ടും ടേക്ക് എടുക്ക. സിനിമയിലെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് വരെ എടുക്കണ പരിപാടിയാണല്ലോ. നമുക്ക് അതൊന്നും ഇല്ല. നമുക്ക് ഒറ്റയടിക്ക് ശരിയായാലും തെറ്റായാലും അങ്ങോട്ട് പോവില്ലോ. അതായത് ബോറടിക്കുന്നില്ല. നമ്മുടെ ഒപ്പം വന്നു കഴിഞ്ഞാൽ വർത്താനൊക്കെ പറയാം നമ്മളായിട്ട്. അടുത്ത ശിവദാസ് അമ്പലപ്പറ്റ. ഇടിയൻ ചക്കയും മുതിരയും കൂടിയുള്ള തോരൻ പൊളിയാണ്. അത് മാത്രമായി കഴിക്കാം. അടുത്ത പറമ്പ് കച്ചവടത്തിന് വെച്ചിരിക്കുകയാണല്ലേ, അത് വാങ്ങിക്കുന്നവർക്ക് കിണറ്റിൽ കിടക്കുന്ന മലമ്പാമ്പ് ഫ്രീ ആയി കിട്ടുമെന്ന് അജുവിൻ്റെ ഡയലോഗ് കേട്ട് ചിരിച്ചുപോയി. അത് വിറ്റുപോയാൽ അവിടെ ഫ്ലാറ്റ് വരുമെന്നതിൽ സംശയമില്ല. കിലുക്കത്തിൽ ആ സീൻ കാണുമ്പോൾ ഇന്നസെന്റിന്റെ ഫ്രെയിം ഔട്ടിനെ പറ്റി ചിന്തിക്കാറുണ്ട്. ഇത്രയും തമാശ സീൻ ഒരു പടത്തിലും കാണില്ല. ഇന്നസെന്റ് എന്ന കലാകാരനെ ഒരിക്കലും ആരും മറക്കില്ല. മൊത്തം വാങ്ങിക്കണ്ടെങ്കിൽ അതന്നെ, അല്ലാണ്ട് ഒരു ആളായിട്ട് വാങ്ങിക്കില്ലേ. പിന്നെ വാങ്ങണവര്
വഴിയിട്ട് നല്ല ഭംഗിയിൽ പ്ലോട്ടുകളാക്കി തിരിച്ച് അങ്ങനെ വിൽക്കണവരില്ലേ, വഴിയൊക്കെ നല്ല ടാറിട്ട വഴിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ വഴിയില്ല, മൊത്തം അതിന് വാങ്ങിക്കേണ്ടി വരും, ആ പറമ്പും ഇതും കൂട്ടി ചേർത്ത്. അടുത്തത് മീന ശ്രീധരൻ. കിലുക്കത്തിലെ ഏറ്റവും നല്ല ഭാഗം അത് തന്നെയാണ് അജു. പിന്നെ രേവതിയുടെ കുരങ്ങ എന്ന വിളി. സരിതക്കുട്ടി ഡ്രസ്സുകളുടെ വീഡിയോയിൽ നിങ്ങൾ തനിനാടൻ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് ഭയങ്കര റീച്ച് ആയി തുടങ്ങി. ഞങ്ങളുടെ വീഡിയോസ് ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ, ഡ്രസ്സ് നോക്കാനല്ലെങ്കിലും നിങ്ങളുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ റീൽസ് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കമൻസ് ഫേസ്ബുക്കിലും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും. ദിവ ബൈ DNS അങ്ങനെയാണ് കേട്ടോ ചാനലിൻ്റെ പേര്. അടുത്തത് സുമം. നിതിൻ്റെ പുതിയ ടെക്നോളജി കൊള്ളാലോ. എന്നെ ഇങ്ങനെ അവന്റെ കൈന്റെ വിരൽ വെച്ചിട്ട് ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ചു, പിന്നെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു അല്ലേ. അതിൽ വേറെ ആൾക്കാർ ഇതിനുണ്ട്. പെഗാസസ് ടൈപ്പിംഗ് 8:24 ക്യാമറാമാനോന്റെ ഐഡിയ. അടുത്തത് സുമം. സൈക്കിളിന് ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലം ഉണ്ടായെന്നുള്ളത് അജുവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. താങ്ക് യു അജുവേട്ടാ. സൈക്കിളിന് ലൈസൻസ് ചേട്ടാ കഥ പിന്നെ മുന്നും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. മിഥുൻ P വേണു. ഒരുപാട് വിമർശിച്ചും പരിഹസിച്ചും അജുവേട്ടനെ കുറ്റപ്പെടുത്തിയ സരിതേച്ചി എന്തായാലും അങ്ങനെ അജുവേട്ടൻ്റെ പാതയിലായി. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പറയാം. ആ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതിനായി മൈക്കിളിൻ്റെ കേബിൾ പോയ വഴി അജുവേട്ടൻ പോലെ ആക്ട് ചെയ്ത് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ പൊന്തിച്ച് പ്രേക്ഷകർക്ക് മനസ്സിലാവാനായി ആക്ട് ചെയ്ത സരിത ചേച്ചിക്ക് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ഞാനിപ്പോൾ എന്നെ പറഞ്ഞില്ലേ, ഞാൻ മുന്നും ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഒക്കെയാണ് ആളുകൾക്ക് മനസ്സിലാവണ്ടേ, അതിനുവേണ്ടി ആക്ഷനുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് സംസാരിക്കാറ്. ഞങ്ങൾക്ക് അങ്ങനെ ചേട്ടൻ്റെത് പകർത്തതല്ല, ഞാൻ മുന്നേ അങ്ങനെ കൈ പിന്നിലേക്ക് കേട്ടിട്ട് നമ്മളിങ്ങനെ വർത്താനം പറയാണ്. അങ്ങനെ ചരട് അതിലെ പോയി ഇതിലെ പോയി എന്ന് പറയുന്നേക്കാളും നല്ലത് നമ്മുടെ കൈ പ്രയോഗിക്കാനുള്ളത്, കൈയും ഇതൊക്കെ അവയവങ്ങള്. അടുത്തത് ഗീതാ പ്രസന്നൻ. കോതമംഗലം ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് നിങ്ങളുടെ വീഡിയോ കാണുന്ന ഞാൻ. നുഷ്ര MP. അജുവേട്ട സരിതേച്ചി നിങ്ങളുടെ കൃഷിപ്പന്തൽ തപ്പി നിങ്ങളുടെ പഴയ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സരിത ഇപ്പോൾ അങ്ങോട്ട് ചെറുതായ പോലെ, അജുവേട്ടന് പ്രായം വന്ന പോലെ ഉണ്ട്. ജഗ്ഗുവിനൊക്കെ മാറ്റം. പ്രായം വന്നുകൊണ്ടിരിക്കല്ലേ, വല്ലാണ്ട് പഴയ വീഡിയോയിലേക്ക് പോണ്ട. കഴിഞ്ഞ കൊല്ലം അങ്ങനെയൊക്കെയല്ലേ പന്തലുണ്ടാക്കിയ വീഡിയോ അല്ലേ, പന്തൽ മേക്കിംഗ് എന്തുട്ടെങ്കിലും അതിന്റെ ഇത് എഴുതിയിട്ടുണ്ടാ, ടൈറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അർജുൻ VK. നമസ്കാരം അജുവേട്ട സരിതേച്ചി ജഗ്ഗു. ഇന്ന് സ്വാദിഷ്ടമായ പോർക്കും ചക്കയും ചേർത്തുണ്ടാക്കുന്ന കറിയുടെ റെസിപ്പി പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. തീർച്ചയായും ഞാൻ വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കും. അതുപോലെ അജു ചേട്ടൻ പണ്ടത്തെ കഥകൾ പറയുമ്പോൾ കേട്ടിരിക്കാൻ എപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ. സന്തോഷം. അടുത്തത് ദീപാലാലു. അജുവേട്ടൻ ചക്ക തുണ്ടം വെട്ടി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കുറച്ചുനാൾ മുമ്പ് ചക്ക തുണ്ടം വെട്ടിയതാണ് ഓർമ്മ വന്നത്. അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നും എനിക്ക് ഒരു തുണ്ട് ചക്ക തന്നു. ഞാനത് കയ്യിൽ വെച്ച് വെട്ടുകൊണ്ടത് എൻ്റെ കൈയുടെ ഞരമ്പിൽ. ടാപ്പ് തുറന്ന് വെള്ളം പോകുന്നത് പോലെ ബ്ലഡ്. ഒരൊറ്റ ചീറ്റലായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് ഓടി. അപ്പോഴേക്ക് അണ്ണനെ ഫോൺ ചെയ്തു വന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറുതായി മാത്രമേ ഞരമ്പിൽ തട്ടിയിരുന്നുള്ളൂ. പിന്നീട് ഒരിക്കലും ഞാൻ കൈയുടെ വെള്ളയിൽ വെച്ച് ചക്ക വെട്ടിയിട്ടില്ല. അപ്പൊ തെറ്റി ഇവിടെ കൊണ്ടുണ്ടാവും. വായിക്കുമ്പോ എന്നെ പേടിയാവും നമുക്ക്. അടുത്തത് പ്രിൻസൺ പാലട്ടി. പ്രിസണേ ഞാൻ തൊട്ടേക്ക് വായിക്കും, എന്നിട്ട് വായിക്കല്ലേ. അതന്നെ, സോറി ഏട്ടാ പ്രിൻസൺ ചേട്ടനാണോന്നറിയില്ല. അജു ചേട്ടൻ തുന്തുരുവിൻ്റെ ട്രോളി വണ്ടിയിൽ ഒരു കുക്കിംഗ് ചെയ്ത് കാണിക്കുമോ? ഒരു തട്ടുകട സെറ്റപ്പിൽ കുക്കിംഗ് സെറ്റ് ചെയ്യുമല്ലോ. എല്ലാ വീഡിയോസും കാണാറുണ്ട്. വെയിറ്റിംഗ് പ്രിൻസ് ആൻഡ് ടീം ലണ്ടൻ. അതിൻ്റെ കുറെ പ്ലഗും ലൈറ്റുകളൊക്കെ കത്തിക്കണമെങ്കിൽ ആ അതിൻ്റെ പ്ലഗുകളൊക്കെ ഉണ്ട്. അതായത് വയറുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ചാർലില്ല ഇമ്രാൻ ആ പ്ലഗുകളൊക്കെ അതിൻ്റെ പ്ലഗുകളൊക്കെ മുറിച്ചിട്ടുണ്ടാവണം ഇല്ലേ? അത് കുത്താനും ഇതിനൊക്കെ കറണ്ടും കിരണ്ടൊക്കെ വേണ്ടേ? നോക്കട്ടെ. അടുത്തത് റോണ്ടഡോൺ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തടിയന്മാരെയും തടിച്ചുകളെയും കളിയാക്കി വിളിച്ചിരുന്നത് ചക്കപ്പോർക്ക് എന്നാണ്. പക്ഷെ യഥാർത്ഥ ചക്കപ്പോർക്ക് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ല, ബുദ്ധിരാക്ഷസികൾക്ക് അബദ്ധങ്ങൾ പറ്റുമോ? ഒരു തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മറ്റൊരു തിയേറ്ററിൽ പോയി കയറി എന്നൊക്കെ പറഞ്ഞ
പറഞ്ഞ ആ എന്നൊക്കെ പറഞ്ഞ ബുദ്ധിരാക്ഷസികൾക്ക് ഞാൻ തന്നെയാണ് ബുദ്ധിരാക്ഷസി എന്ന് പറയുന്നത്. പണ്ട് ഈ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്ന ആളുകൾ നല്ല പണ്ടുള്ളവർ അല്ലെങ്കിൽ ഭയങ്കര എല്ലിച്ചിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കൽ ഏറ്റിരുന്നു. ഇപ്പൊ പിന്നെ കളിയാക്കൽ പറ്റില്ല. ഇപ്പൊ ബോഡി ഷേമിങ് അങ്ങനത്തെ ഇത് കളയും. പാടില്ലെന്നായി. പിന്നെ ടിക്കറ്റ് തെറ്റി സംഭവിച്ചു സരിതിക്ക്. അതെ, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു. ബുദ്ധിരാക്ഷസി എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ബുദ്ധിരാക്ഷസിയാണെന്ന് നമ്മൾ പറയാറില്ലല്ലോ അല്ലേ. അടുത്തത് രഞ്ജിത്ത് മേനോൻ. ഈ കഥ നടക്കുമ്പോൾ അജുവിന് എത്ര വയസ്സായി എന്ന് ചോദിച്ചു സരിതേ. ഏർലി 70s അബോളിഷ് ചെയ്തിട്ടുണ്ട് സൈക്കിൾ ലൈസൻസ്. ഏറി വന്ന അത് അന്ന് അജുവിന് 5 or 6 വയസ്സ് കാണും. പിന്നെ സൈക്കിളിന് ലൈറ്റ് വേണമായിരുന്നു ആ കാലത്ത്. ചിലപ്പോൾ അതായിരിക്കും അജു പറയുന്നത്. അല്ല, അതിൻ്റെ ഇതെടുത്ത ഞാൻ ഈയോട് ചോദിച്ചത് അത് സൈക്കിളിൻ്റെ കാലഘട്ടം അത് കിട്ടില്ലേ എനിക്ക്? നീ ഇപ്പോൾ പറഞ്ഞില്ല ആ സമയത്ത് എടുക്കാന്ന് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സൈക്കിളിന് ജെമിനിയുടെ അടുത്ത് ചോദിച്ചു ഈ കമന്റ് വായിച്ചപ്പോൾ. കേരള ചരിത്രത്തിലെ രസകരമായ ഒരു അധ്യായമാണത്. 1985 നിർത്തലാക്കപ്പെട്ട സൈക്കിൾ ടാക്സ് അഥവാ സൈക്കിൾ ലൈസൻസ് സംവിധാനത്തെക്കുറിച്ച് ഇന്നും പഴയ തലമുറയിലുള്ളവർ ഓർക്കാറുണ്ട്. 85 നിർത്തലാക്കിയിട്ടുള്ളത്. ഇത് പറയണം മുഴുവൻ വായിക്കണ. അത് എങ്ങനെയായിരുന്നു സംവിധാനം? ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. ലൈസൻസ് സംവിധാനം എങ്ങനെയായിരുന്നു? അക്കാലത്ത് മോട്ടോർ വാഹനങ്ങൾ എന്ന പോലെ സൈക്കിളുകൾക്കും നികുതി ഏർപ്പെടുത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ നിശ്ചിത തുക ഏകദേശം 2 മുതൽ 5 രൂപ വരെ അടച്ചാണ് ഈ ലൈസൻസ് എടുത്തിരുന്നത്. മെറ്റൽ ടോക്കൺ. നികുതി അടച്ചു കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഹാൻഡിലിലോ ഫോർക്കിലോ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ മെറ്റൽ ടോക്കൺ അലുമിനിയം അല്ലെങ്കിൽ പിത്തള തകിട് ലഭിക്കും. അതിൽ വർഷവും ലൈസൻസ് നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വാർഷിക പുതുക്കൽ. ഓരോ വർഷവും ഈ ലൈസൻസ് പുതുക്കേണ്ടതുണ്ടായിരുന്നു. ഓരോ വർഷവും ടോക്കണിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരുത്തുമായിരുന്നു. പരിശോധനയും ശിക്ഷയും. ലൈസൻസ് ഇല്ലാത്ത സൈക്കിൾ ഓടിക്കുന്ന അക്കാലത്ത് പിഴ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു. ചെക്കിംഗ്. പഞ്ചായത്ത് അധികൃതരോ പോലീസോ സൈക്കിൾ തടഞ്ഞു നിർത്തി ടോക്കൺ ഉണ്ടോ എന്ന് പരിശോധിക്കുമായിരുന്നു. സൈക്കിൾ കസ്റ്റഡിയിൽ എടുക്കൽ. ലൈസൻസ് ഇല്ലാത്ത സൈക്കിളുകൾ അധികൃതർ കൊണ്ടുപോവുകയും പിഴ അടച്ചതിന് ശേഷം മാത്രം വിട്ടു നൽകുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ടോക്കൺ ഇല്ലാത്ത സൈക്കിളുകളുടെ കാറ്റ് അഴിച്ചുവിടുന്നതും അക്കാലത്തെ സാധാരണ കാഴ്ചയായിരുന്നു. നിർത്തലാക്കാൻ കാരണം. സൈക്കിൾ ഒരു സാധാരണക്കാരൻ്റെ വാഹനമായതിനാലും ഈ നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള ചിലവ് ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതലായതിനാലും 1980കളുടെ പകുതിയോടെ സർക്കാർ ഈ നിയമം പിൻവലിച്ചു. 85 കേരളത്തിൽ സൈക്കിൾ ലൈസൻസ് പൂർണ്ണമായും ഇല്ലാതായി. ഇന്ന് ഈ പഴയ മെറ്റൽ ടോക്കണുകൾ പലരും ഒരു അപൂർവ ശേഖരമായി സൂക്ഷിക്കാറുണ്ട്. പഴയ കാലത്തെ മറ്റേതെങ്കിലും നികുതികളെക്കുറിച്ചോ നിയമങ്ങളെക്കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടോ? ഇതേ ഈ ലൈസൻസ് തരാനായിട്ട് എഴുതാനായിട്ട് ഓഫീസിൽ ഒരാൾ ഇതിന് മാത്രമായിട്ട് ഇരിക്കണം. ഇതെന്ത് കിട്ടണമെന്ന് തുച്ഛമായ ഒരു വരുമാനമാണ് ഇതിന് കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഇതിന്റെ തകിട് കിട്ടുന്നതിനേക്കാളും ചെലവ് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണം. അങ്ങനെ കുറെ നൂലാമാലകൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നിർത്തലാക്കിയത്. പിന്നെ എല്ലാവർക്കും സൈക്കിളായി തുടങ്ങിയപ്പോൾ പിന്നെ ബൈക്കിലേക്ക് വന്നു തുടങ്ങിയില്ല. 85 ആയപ്പോൾ ബൈക്കുകളൊക്കെ തിരിച്ച് വന്നു തുടങ്ങി. അപ്പം അങ്ങനെ ഓരോന്നിനെ നിർത്തലാക്കി. ഇതാണ്. അപ്പം എനിക്ക് അന്ന് വയസ്സുണ്ടായിരുന്നു മനസ്സിലായില്ലേ? 85 എന്ന് പറയുമ്പോൾ ചേട്ടന് 16 വയസ്സ്. അടുത്ത KA ജോയ് കള്ളിക്കാടൻ. തുലാമാസം സെപ്റ്റംബറിന് മുമ്പ് 12 വെട്ട് ക്ഷുദ്രക്രിയ നടത്തിയിരുന്നെങ്കിൽ പ്ലാവുമ്മ പ്ലാവ് ചക്കുണ്ടാവാത്ത പ്ലാവുമ്മ നമ്മൾ വെട്ടത് കൊണ്ട് 10-12 വെട്ട് ഇങ്ങനെ വെട്ടി കഴിഞ്ഞില്ലേ ആ ചക്കിൻ്റെ അവിടെ ടൈം ആകുമ്പോൾ കറക്റ്റ് ഉണ്ടാവും. അതാവും വേഗം ഉണ്ടാവാനായിട്ട്. നമ്മുടെ വൈകിട്ടല്ലേ ഉണ്ടാവണേ. സെപ്റ്റംബറിന് മുന്നേ വെട്ടുണ്ടായിരുന്നു. ആദർശ് പണിക്കർ. സുന്ദരം മനോഹരം. നമസ്തേ പ്രിയപ്പെട്ട അജുവേട്ട, സരിത. തകഴിയും കയറും ഒക്കെ ഞങ്ങളുടേതാണ്. ആലപ്പുഴയുടെ അഭിമാനമാണ്. താങ്കൾക്ക് കഴിയും എങ്കിൽ നാടകം ആക്കണം. ആശംസകൾ. പ്രിയപ്പെട്ട. വലിയ തിരക്കിനിടയിൽ നിന്നും കുറച്ച് വാക്കുകൾ മാത്രമാണ് എഴുതാൻ കഴിയുന്നത്. കിലോമീറ്റർ അകലെയാണ്. ഹരിപ്പാട് നിന്ന് താഴേക്ക് മിക്കവാറും ഞങ്ങളുടെ ഒരു യാത്ര. കയറ് ഞങ്ങളുടെ സംസ്കാരമാണ്. കയറെന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് അല്ല, വേറെ. അത് അങ്ങോട്ട് ചെയ്യുമ്പോൾ ആൾക്ക് മിസ്റ്റേക്കുകൾ വരാറുണ്ട് പറഞ്ഞിട്ട് ആൾ എപ്പോഴും ഇടാറുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. ഈ നാടകം കാണാൻ കാത്തിരിക്കുന്നു. സ്നേഹം ഇഷ്ടം. സസ്നേഹം പണിക്കർ. അടുത്ത് സന്ധ്യ ബിജു. ചേട്ടൻ്റെ ഒരു മിസ്റ്റേക്ക് പറയാം. ഏത് കൃഷിയാണെങ്കിലും നാട്ടുവളവും വെള്ളവും ഒക്കെ കൊടുക്കും, പക്ഷെ പിന്നെ വലിയ ശ്രദ്ധയില്ല. അതിൻ്റെ കവർ കുത്തേണ്ടടുത്ത് കുത്തി കിട്ടി കഴിഞ്ഞാണ് ശ്രദ്ധിക്കുക. വിളവ് കറക്റ്റ് സമയത്ത് എടുക്കില്ല. അത്രയും കയ്പയ്ക്ക കുത്ത് കിട്ടിയത് കവർ ഇടാഞ്ഞത് കൊണ്ടാണ്. അടുത്തതെങ്കിലും ശ്രദ്ധിക്കൂ. കാന്താരി കുറച്ചുകൂടി നടൂ.
സരിത ഡ്രസ്സ് കൊള്ളാം. ആദ്യത്തെ 2 പ്രാവശ്യം കൈ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമ്മൾ ഈ കവറിടും. പിന്നെ ഉണ്ടാവണതിന് കവർ ഇട്ടിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് ഉണ്ടായതും ഒക്കെ കുത്ത് കിട്ടിയതാണല്ലോ. ആ കുത്ത് ഞാൻ അന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നത് കുറച്ചൊക്കെ പുഴുവായിരുന്നു ഉള്ളില്, ബാക്കിയുള്ളതൊക്കെ പുഴുവില്ലാണ്ടും കിട്ടി. കുത്ത് കിട്ടിയാലും പുഴുവായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം അരിഞ്ഞ് ഞാൻ വറുത്തു. അടുത്തത് എല്ലാത്തിനും കവർ ഇടാട്ടാ. അടുത്തത് വീണ. അജുവേട്ടൻ, എൻ്റെ പേര് വീണ, ഞാനാണ് കുപ്പി വയ്ക്കുന്ന കമന്റ് ഇട്ടത്. ഇത് ഇവിടെ കുപ്പി വെച്ചിട്ടുള്ളത് നിങ്ങളെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ടെൻഷനും പേടിയുമാണ്. മോൾ ക്ലാസ്സിന് പോയാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ട വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണും. അപ്പോൾ മനസ്സൊന്ന് തണുക്കും. എല്ലാം ശരിയോ? എന്തൊരു കഷ്ടല്ലേ, ശരിയാവണൂല അല്ലേ? ഞാനൊക്കെ അന്ന് വിചാരിച്ചത് പെട്ടെന്ന് തന്നെ സംഭാഷണം ചർച്ചയൊക്കെ നടത്തി ഇതാവുന്നു. പക്ഷേ ഇത് ശരിയാവണൂല. എല്ലാവരും രാജലക്ഷ്മി ചേച്ചിയും പറയും യുദ്ധഭീതിയിലാണ് സരിതയെ ഞങ്ങളൊക്കെ. അടുത്തത് ബിന്ദു അജി. ഒറ്റയ്ക്ക് നിന്ന് കാഴ്ചക്കാരെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള ജയരാജ് വാര്യരെ പോലെ മറ്റൊരു തൃശ്ശൂക്കാരൻ. എവിടെ ചെന്നാലും അവർക്ക് വേണ്ടപ്പെട്ടവരെന്ന നിലയിൽ സരസമായി സംസാരിച്ച് അവരിൽ ഒരാളെ മാറുന്നു. എന്തൊക്കെ പറഞ്ഞാലും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഒരു മെൻ്റൽ റിലീഫ് കിട്ടുന്നു. എന്നും നന്നായിരിക്കട്ടെ. അടുത്തത് ലക്ഷ്മി രാജേഷ്. ഞാൻ വീഡിയോ കാണുന്നു, ഇവിടെ കുയിൽ കൂവുന്നു, നോക്കുമ്പോൾ എന്താ അജുവേട്ടൻ തിരിച്ചു കൂവുന്നു. അത്രയ്ക്ക് സിങ്കായി. മനസ്സിലായ? അവിടെ കുയിൽ കൂവി, ആ സമയത്ത് തന്നെ കറക്റ്റ് ചേട്ടൻ തിരിച്ചു ഇവിടെ കൂവിയെന്ന് ഇവിടെ കൂവല് കേട്ടിട്ട്. രോഷ്നി. ഗുഡ് മോർണിംഗ് അജു, സരിത. എൻ്റെ വീട് ആലുവയ്ക്കടുത്താണ്. എൻ്റെ ബ്രദറിന് പൊട്ടുവെള്ളരി വാട്ടർമെലോൺ കൃഷി ഉണ്ടായിരുന്നു. ഞാൻ സമ്മറിൽ നാട്ടിൽ പോയാൽ ഞങ്ങളുടെ വീട്ടിൽ നിത്യമുള്ള ഡ്രിങ്ക് ആയിരുന്നു പൊട്ടുവെള്ളരി. അത് അജു എടുത്തതുപോലെ കുരു കളഞ്ഞ് ശർക്കരപ്പൊടി ചേർത്ത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമായിരുന്നു. വളരെ ടേസ്റ്റാണ്. കളർ കുറച്ച് മാറും, അത്രേ ഉള്ളൂ. ഏലക്കാപ്പൊടി ചേർത്താൽ ടേസ്റ്റ് മാറും. ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ ടേസ്റ്റ് കൂടും. നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതെല്ലാം ഓർമ്മ വന്നു. ഒന്നും ചെയ്യണ്ട. ഈ പൊട്ടുവെള്ളരിയുടെ കാമ്പെടുത്തിട്ട് അതിൽ അല്പം തേൻ മാത്രം ഒഴിച്ചിട്ട് വെറുതെ മിക്സ് ആക്കി കഴിക്കാൻ ടേസ്റ്റാ. ഞാൻ ബാക്കിണ്ടായിരുന്നത് മുഴുവൻ കഴിച്ച അങ്ങനെയാ. ജഗ്ഗുവിന് ഒരു ഗ്ലാസ് കൊടുത്തു. മിനിഞ്ഞാന്ന്. നിനക്ക് നീ കഴിക്കാൻ പറ്റിയില്ല. നിനക്ക് നീര് ഒഴിച്ച് തൊണ്ട ഇതുണ്ടായിരുന്നില്ലേ? അടുത്തത് പ്രസന്ന ഉണ്ണികൃഷ്ണൻ. അജുവിന്റെ കൂവൽ കേട്ട് ഇവിടെ ആരോ ആണെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കടാന്ന് പറയാൻ വന്നതാ. വീഡിയോ കാണുമ്പോൾ തടസ്സം വരാതിരിക്കാൻ. അപ്പോഴാണ് അജു ആണ് കൂവുന്നതെന്ന് ഓർത്തത്. അടുത്തത് ഇറ്റ്സ് മീ ആര്യ. അങ്ങനെയാണെങ്കിൽ പായസം ഉണ്ടാക്കിയാൽ പോരെ, അത് കലക്കിയ ചേട്ടാ. ഞാനും മനസ്സിൽ വിചാരിച്ചതാ. സ്നേഹലത നായർ. നാളികേരപ്പാലും ശർക്കര ഏലക്കായ പൊടിയും ചേർക്കുമ്പോ പിന്നെ പായസമായില്ലേ. അങ്ങനെ ഒന്നും ഉണ്ടാക്കി അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ മുന്നുണ്ടാക്കിയത്. കുരു ഉണ്ടായിരുന്നു മാത്രം, കുരു തുപ്പി കളയേണ്ടവരെന്ന് മാത്രം. ശർക്കരപ്പൊടിന് ചേർത്തെന്ന്. നാളികേരപ്പാല് ചേർത്താ? ശർക്കരപ്പൊടി മാത്രല്ലേ ചേർത്തുള്ളൂ? ഓർമ്മയില്ല. സ്നേഹലത നായർ. കഴിഞ്ഞ അവളുടെ കഴിഞ്ഞിണ്ടാവില്ലേ പൊട്ടുവെള്ളരി പൊട്ടിക്കല്? ഇല്ല, അവര് പൊട്ടിച്ചുകൊണ്ടിരിക്കും. സ്നേഹലത നായർ. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി GI ടാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് കേരളൈറ്റ്സ് ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. വീഡിയോ ഗുഡ്. അജു സൂപ്പർ ഫിഷ് ഗ്രില്ലിംഗ് ആൻഡ് ഡെക്കറേഷൻ ഓൺ പ്ലേറ്റ്. അടുത്തത് ജസീന നെല്ലങ്കര. അടിപൊളി മീൻ ചുട്ടത് പൊട്ടുവെള്ളരി ജ്യൂസ് കാണിച്ച് കൊതിപ്പിച്ച് കളഞ്ഞല്ലോ. എവിടെങ്കിലും കിട്ടുമോ നോക്കണം. ശർക്കര ആണ് ചേർക്കാറ്. പിന്നെ നിങ്ങൾ പോർക്കും ചക്കയും വെച്ച വീഡിയോയിൽ നിതിൻ അജുവിനെ കൊണ്ട് കളിച്ചത് നല്ല രസമായി, കുറെ ചിരിച്ചു. അടുത്തത് ഷിഹാബ് മുഹമ്മദ് അലി. ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു രുചിയും ഉണ്ടാവില്ല. ഫിഷിന്റെ ജ്യൂസി എല്ലാം പോകും. തക്കാളി വെജിറ്റബിൾസ് ഒന്നും ഗ്രില്ല് ചെയ്യുമ്പോൾ കഷ്ണമാക്കരുത്. അല്ല, അതിന്റെ ഉള്ളിലത്തെ സാധനമൊക്കെ ഒറ്റ വീഴുമല്ലോ. ഇനി അലുമിനിയം ഫോയിൽ വാങ്ങിച്ചോണ്ട് നോക്കാം. നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് ഇവിടെ. അലുമിനിയം ഫോയിൽ വാങ്ങിച്ചിട്ട് ഇവിടെ പോയിട്ട് റോസ് ആൻഡ് ഫിഷറീസിൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ പൊതിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട്. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. വീട് സൂപ്പർ. ഞാനും 2000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു. എന്നിട്ട് വർഷത്തിൽ 1 മാസം മാത്രമേ താമസിക്കൂ. അതാണ് പ്രവാസിയുടെ അവസ്ഥ. വീട് പഴയ വീടിന് പുതിയതാക്കിയ ഇതിലത്തെ കമന്റുകളാണ്. മുല്ല ഷിബിർ. ഒരു പുതുവസ്ത്രം പോലും അണിയാൻ ഭാഗ്യമില്ലാതെ ഒരു കാടിനുള്ളിൽ കിടന്ന ഇവൻ ഇന്ന് പുതുവസ്ത്രം അണിഞ്ഞ് സുന്ദരനായിരിക്കുന്നു. അകം കാഴ്ചകൾ വീടിനുള്ളിലെ കാറ്റും വെളിച്ചവും പഴയതിനേക്കാൾ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ കോണിലും പുതുമയുടെ സ്പർശം പ്രകടമാണ്. കാലം മായ്ച്ചു തുടങ്ങിയ ചായങ്ങൾക്ക് പകരം പുതിയ വർണ്ണങ്ങൾ ചാർത്തി ഈ വീട് ഇതൊരു വെറും വീടല്ല, ആൽവിൻ്റെ കരവിരുത് തെളിയിച്ച വീട്.
പഴയ വീടിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഇത്ര മനോഹരമായി പുനർനിർമ്മിച്ച ആൽവിന് പ്രത്യേക അനുമോദനങ്ങൾ. ആൽവിൻ, ദ ട്രൂ ആർക്കിടെക്ട് ഓഫ് ദിസ് അമേസിംഗ് ട്രാൻസ്ഫോർമേഷൻ. ആ വീട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീടിനെ എന്താ പറയാ, എത്ര കാശ് വേണ്ടി വരുന്നു അല്ലേ? ഭയങ്കര പൈസ വേണ്ടി വരും ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ. 55 ലക്ഷമാണ് അതിന് വന്നേക്കണ ചിലവ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീടിന് വന്നേക്കണ മാറ്റം ഇത് നോക്കുമ്പോഴേ, കാരണം മണ്ണെടുത്തു, ഫ്രണ്ടിലത്തെ ചുറ്റും മതിൽ കെട്ടി, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം അടക്കം 55 ലക്ഷം വന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊരു അത്ഭുതമായിട്ട് തോന്നി. തോമസ് മംഗലം, വരട്ടെ ഒരു മിനിറ്റ്. സരിത ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവിടുത്തെ വീഡിയോ ഷൂട്ടിന് ശേഷം തിരിച്ച് ഷോപ്പിൽ കൊണ്ടുപോയി വെക്കുമോ? അതോ എന്താ സുഖമല്ലേ? ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങിയാൽ വെറൈറ്റി കുപ്പായങ്ങൾ ദിവസം മാറി ഉടുക്കാം, അത് കഴിഞ്ഞ് വിൽക്കാം അല്ലേ? അന്ന് അങ്ങനെ കിടന്നിരുന്നു, ഇന്ന് ഇങ്ങനെയായി. ഇങ്ങനെയാക്കാൻ ഉദ്ദേശം എത്ര ചിലവായി എന്നുകൂടെ പറയാം. കാരണം കാശ് ഇറക്കുന്നതനുസരിച്ച് മോടിയാക്കാം. ഈ വീടിന് കാർ പോർച്ച്, കാർ ഷെഡ് ഒന്നുമില്ലേ? മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നും ഒരു കുടുസു മുറി പോലെ തോന്നുകയില്ല. നല്ല വിസ്തീർണമുള്ള മുറികൾ, കൊള്ളാം. ഡ്രസ്സ് ഞങ്ങൾ ഇട്ടിട്ട് റീൽസ് എടുക്കണില്ലേ? ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടുള്ള റീൽസുകൾ ഞങ്ങളുടെ വരില്ലേ? നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. നമ്മുടെ മീൻസ് അജൂസ് വേൾഡിലല്ല, ദിവയുടെ ചാനലിൽ ഇടുന്നുണ്ട്. ദിവയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇടുന്നുണ്ട്. അതിലിടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ സംസാരിക്കുന്ന 1.5-2 മിനിറ്റ് മാക്സിമം, ആ സമയം മാത്രമാണ് ഇടണുള്ളൂ. അത് ഷോപ്പിൽ തന്നെ നിന്നിട്ട് വീഡിയോ എടുക്കും, അപ്പം തന്നെ ഊരി വിരിച്ചിടും, എന്നിട്ട് അവിടെ തന്നെ കൊളത്തിടും. ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ ചില ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ മാനിക്കിനും ഇട്ട് കാണിച്ചാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവില്ലേ? നമ്മൾ ഇട്ട് കാണിച്ചാലേ അറിയുള്ളൂ. അങ്ങനെ അല്ലാണ്ട് ഇതുപോലെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഞാൻ അവിടെ നിന്ന് എടുക്കണത്, അത് എൻ്റെ ഷേപ്പിന് അവിടെ തന്നെ ഞാൻ തയ്ച്ച് എനിക്ക് ഇഷ്ടപ്പെടണത്, നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് ഞാനും തന്നെ അപ്പനെ എടുത്ത് ഞങ്ങളുടെ ഷേപ്പിന് തയ്ക്കും. എനിക്ക് മിക്കവാറും ഷേപ്പ് ചെയ്യേണ്ടി വരാറില്ല. എനിക്ക് പക്ഷെ ഇവിടെ നിന്ന് പിടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ തന്നെ ഞാൻ ശരണ്യ നന്നായി തയ്ക്കും. ഞാനിവിടെ സാധാരണ എടുക്കുന്ന ഡ്രസ്സ് ഇവിടെ ഞാൻ ഓൾട്രേഷൻ ഞാൻ തന്നെ ചെയ്യാറ്. അവിടെ നന്നായി തയ്ക്കുന്ന ഒരാളുള്ളപ്പോൾ ഞാനിവിടെ ഇരുന്ന് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ തന്നെ അത് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇനി അത് തിരിച്ചു കൊണ്ടുവയ്ക്കില്ല ഒരിക്കലും. അല്ല, തിരിച്ചു വെക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന്. ഓരോ ഫംഗ്ഷനുകൾക്ക് ഇട്ട് വന്നിട്ട് ഡ്രൈ വാഷ് കൊടുക്കും, എന്നിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ചവിടെ തന്നെ കൊണ്ടിടുന്നു. അങ്ങനെ അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ, ഒരിക്കലും. അത് നമ്മൾ ചെയ്യണത് ശരിയല്ല. ആ വീടിന് പിന്നെ കാർ പോർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ പോർച്ചിന് സ്ഥലമുണ്ട്. വണ്ടി കയറ്റിട്ട് ഇടതുവശല്ലേ നമ്മൾ പാട്ട് പാടാനിരുന്ന സ്ഥലം, അവിടെ സ്ഥലമുണ്ട്. അത് ആക്കിയിട്ടില്ലെന്ന് മാത്രം. കാർ പോർച്ച് ഇവര് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കാറൊന്നും ഉണ്ടാവില്ല. അതന്നെ, ഇനി പിന്നെ ഇവിടെ സ്ഥിരം ആവണ സമയത്തല്ലേ, അതിന്റെ സമയത്ത് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അടുത്തത് ഗിരിജ രാജൻ. സരിതയുടെ അമ്മയുടെ ക്ലാസ്മേറ്റ് ആണ് മൈ ബ്രദർ. ഹീസ് നോ മോർ നൗ. നെയിം സുരേഷ് ബാബു, വെങ്ങണിശ്ശേരി. ഫാദർ നെയിം PK ബാലൻ. അമ്മോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയായിരിക്കും. വെങ്ങണിശ്ശേരിയിൽ തന്നെയാണ് ആളുടെ വീട് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം എന്തായാലും അറിയും. വിനീത മാർക്ക്. സരിത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുപോലെയുള്ള കുലസ്ത്രീ അമ്മമാർക്ക് വയ്യാണ്ടായാൽ മക്കൾ തിരിഞ്ഞു നോക്കില്ല. അവർ അമ്മ ചെയ്യുന്നത് പ്രതീക്ഷിച്ചിരിക്കും. വയ്യാണ്ടായാലും ഒരു ചുക്കുകാപ്പി പോലും കൊടുക്കില്ല അമ്മയ്ക്ക്. എൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പണികളെല്ലാം എടുക്കാൻ പഠിച്ചു. ഞാൻ ആദ്യം വെച്ച കറി മാങ്ങക്കറിയാണ്. 1989 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിറകടുപ്പിൽ വെച്ചു. എല്ലാം വഴറ്റി. തേങ്ങാപ്പാൽ ചേർക്കേണ്ട സമയമായപ്പോൾ നോക്കിയപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതെടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് തേങ്ങ പൊതിച്ച് ചെരുകി പിഴിഞ്ഞ് കറി വെച്ചപ്പോഴേക്കും ഉച്ചയ്ക്ക് 3:30. അന്ന് തേങ്ങ പൊതിക്കുന്നത് വാക്കത്തി കൊണ്ടാണ്. കറിയായി അപ്പോഴേക്കും എൻ്റെ അനിയനും ഒരു പരുവമായിരുന്നു. അന്നുണ്ട ചോറും കറിയും എന്താ രുചി ആയിരുന്നു എന്നറിയുമോ? അത് ശരിയാട്ടാ. എൻ്റെ അപ്പാപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് രാത്രി ഹോസ്പിറ്റൽ ICUലായിരുന്നു. എല്ലാവരും അവിടെ ആയിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ കറി വെക്കേണ്ടി വന്നത്. എൻ്റെ മകനെയും ഞാൻ കുക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, മോളെയും പഠിപ്പിക്കുന്നു. നല്ല കാര്യം. ഞാനും ആദ്യമായിട്ട് വെച്ച് കൂട്ടാനും തൊട്ടായിരുന്നു അറിയും മുള്ളൻ കൊണ്ട് മീൻകറി. അത് ഇവിടെ വെച്ചേ 8ലും 9ലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ്. ഗൗരിയമ്മാമ്മേരെ വീട്ടിൽ സ്കൂൾ കൂട്ടി നിൽക്കാൻ പോയപ്പോൾ അമ്മാവ കൂട്ടാൻ വെക്കേണ്ട വിധമൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ വെച്ചു. ഞാനാണെങ്കിൽ മീൻ അതിലിട്ടപ്പം തുടങ്ങി ഇളക്കല. ഇതിങ്ങനെ ഇളക്കിയോണ്ടിരുന്നു ഞാൻ കൂട്ടാൻ. അത് എന്നിട്ട് അമ്മാമ വന്നപ്പോഴത്തേക്കും മുള്ള് മാത്രമല്ല, മുള്ളൻ കറിയിൽ മറ്റേ അതിൻ്റെ മാംസമൊക്കെ അലിഞ്ഞു പോയി. കൂട്ടാൻ്റെ ചാറ് നല്ല ടേസ്റ്റ് ആയിരുന്നു.
മുള്ളൻ കൂട്ടാൻ മുള്ളനായി. മുള്ളൻ തന്നെയായി, മുള്ളു മാത്രമായി. ഫ്രാങ്കോ അക്കര, ഹായ്, നമ്മുടെ ഫ്രാങ്കോ ഏട്ടനാട്ടാ. ഹായ്, ഓർമ്മകൾക്ക് എന്ത് മധുരമാണ്. ഞങ്ങൾ കുറച്ചു കാലം അവണിശ്ശേരി എന്ന സുന്ദര ഗ്രാമത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഒരു വലിയ പറമ്പിന് നടുവിലുള്ള വീട്ടിലാണ്. അവിടെ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്ന് പശയില്ലാത്ത കശുമാവായിരുന്നു. ഞങ്ങൾ പച്ചണ്ടി കടിച്ചു പൊളിച്ച് പരിപ്പ് തിന്നുമായിരുന്നു. ആ വീടിന്റെ മുന്നിലും പിന്നിലും വലിയ മുത്തശ്ശൻ മാവുകൾ ഉണ്ടായിരുന്നു. വേനൽക്കാലമായാൽ കാറ്റടിക്കുമ്പോൾ പഴുത്ത മാങ്ങകൾ വീഴുമ്പോൾ ഞങ്ങൾ മത്സരിച്ചോടി അവ എടുത്തു തിന്നുമായിരുന്നു. മഴക്കാലമായാൽ രാവിലെ മുറ്റം നിറയെ പഴുത്ത മാങ്ങകളായിരിക്കും. ഞങ്ങൾ എഴുന്നേൽക്കും മുമ്പ് അപ്പച്ചൻ അത് മുഴുവൻ ഒരു കുട്ടയിൽ പെറുക്കി കൊണ്ടുവച്ചിരിക്കും. അക്കാലത്ത് തിന്നുകൂട്ടിയ മാങ്ങകൾക്ക് കൈയും കണക്കുമില്ല. ഓർമ്മകൾ തിരിച്ചു തന്ന അജുവിനും സരിതയ്ക്കും നന്ദി. ഓർമ്മകളാണ്. ആൾക്ക് 10-60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അത്രയും പ്രായം ചെറുപ്പകാലത്തെ ഒരു 10-15-10-12 വയസ്സുള്ള കാലത്തെ ഓർമ്മയാണ്. ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയണത്. 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേരളല്ലേ, അത് ഭയങ്കര രസമാണ് നമുക്ക്. അല്ല, നമുക്ക് ആ കാലത്ത് ജീവിച്ച കാരണേ അല്ല തിരക്കുകളില്ലാത്ത എല്ലാ സ്ഥലത്തും നമുക്ക് ഓരോ സാധനങ്ങൾ തിന്നാനായിട്ടുണ്ടാവും. പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ, വേലിമേ മറ്റോടത്ത് ഒക്കെ. പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാത്ത കുറേ വലിയ പറമ്പുകളുണ്ടാവും കാശുകാർക്ക്. അവരെ പറമ്പുകളിലൊക്കെ പോയി ഇങ്ങനെ പൊട്ടിയിട്ടതൊക്കെ അത് തിന്നാൻ ഈ അന്നത്തെ ഈ ഭാഗ്യമില്ലാത്ത വേസ്റ്റ് നടക്കണ ഈ പിള്ളേർക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള പറമ്പുകളായിരുന്നു. പക്ഷെ അവരത് കരാറ് കൊടുക്കുക അല്ലെങ്കിൽ അവർ വിൽക്കുകയൊക്കെ ഇല്ലില്ല. അവർ അന്ന് കരാറ് കൊടുക്കുന്ന പരിപാടി ഒന്നും ഇല്ല. അവർക്ക് ഇങ്ങനെ പൊട്ടി അവിടെ കിടന്ന് നാശമായി പോകും. അടുത്ത ഷർമിള റെജി, എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. ആവശ്യം നമ്മുടേതല്ലേ, ഒക്കെ നടക്കും. ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ ടയേർഡാവും. പക്ഷെ അതൊക്കെ അങ്ങനെ കിടക്കും. നമുക്കൊരു ലക്ഷ്യമുള്ളപ്പോൾ അതിലേക്ക് എത്തുക എന്ന് മാത്രമേ ഓർക്കൂ. വേണമെന്ന് വിചാരിച്ചാൽ ഒക്കെ നടക്കുമെടോ. പക്ഷേ നമ്മൾ വിചാരിക്കണം, വിജയനും ദാസനും പറഞ്ഞ പോലെ ഒക്കത്തിനൊരു സമയമുണ്ട്. പക്ഷെ ദൈവം തരുന്ന ഈ പെർട്ടിക്കുലർ ടൈം നമ്മൾ നന്നായി വിനിയോഗിക്കണം, എന്നിട്ട് ജയിച്ചു കാണിക്കണം. അപ്പോൾ ശരി, രാവിലെ കാണാം. എന്നും നന്മകൾ നേരുന്നു. മേ ഗോഡ് ഓൾ മൈറ്റി ബ്ലസ് യു അബണ്ടന്റ്ലി. ലവ് യു ഗൈസ്. നീ ചോദിച്ചില്ലേ ഇതിനൊക്കെ എവിടുന്ന സമയന്നേ, പഠിക്കല് എല്ലാ കാര്യങ്ങളും. ഷാ ആൻ, വീട്ടുജോലികൾ ഭാര്യയുടെ മാത്രം കടമയല്ല എന്ന് സുപ്രീം കോടതി. ടുഡേ 21/3/2026 24 ന്യൂസിൽ. കേട്ടപ്പോൾ നിങ്ങളെ ഓർത്തു. അജൂസ് ഫാമിലി അഡ്വാൻസ്ഡ് ആണല്ലോ എന്ന് ഓർത്തു. കുയിൽ കഥ ഫസ്റ്റ് ടൈം കേൾക്കുക. അയ്യോ, ഞാനും കുലസ്ത്രീയായി വരികയാണ്. ഇനി മാറ്റാം, ഇല്ലെങ്കിൽ എനിക്കും വെള്ളം കിട്ടാതാവും. പക്ഷെ ഇപ്പോഴേ വൈകിപ്പോയി. എൻ്റെ ഹസ്ബൻഡ് 18 ഇയേഴ്സായി കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തന്നിട്ടില്ല. വെൽ സെഡ് സരിത. ശരിയാണ്. അവർക്ക് അത് അതിന് മക്കൾക്കും ഇവർക്കും തോന്നുന്നുണ്ടെന്നറിയോ, അത് അമ്മയുടെ ജോലിയാണ്, അത് അമ്മ ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ ഈ ആൺമക്കൾ കല്യാണം കഴിഞ്ഞ് വന്നു നിൽക്കുക. കല്യാണം കഴിഞ്ഞ് വന്നാലും ഇവരുടെ ഭാര്യ, അമ്മ അവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കായാലും ഇവരുടെ ഭാര്യ തന്നെ ഇവര് അമ്മേനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാര്യ പോവാണെങ്കിൽ ഇവര് സമ്മതിക്കില്ല. അത് അമ്മ ചെയ്തോളും. അമ്മയ്ക്ക് അതൊക്കെ സന്തോഷമാണ്. അമ്മ അത് ഒറ്റയ്ക്ക് ആസ്വദിച്ച് ചെയ്യണം. നീ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട് ഭാര്യനെ ഇരുത്ത്. അങ്ങനെ മരുമോള് വന്നാലും ഈ അമ്മയ്ക്ക് ഒരു സഹായം ഉണ്ടാവില്ല. അമ്മ ഇങ്ങനെ മരിക്കണം അവരെ പണിയെടുത്തോണ്ടിരിക്കും. അല്ല, ഇങ്ങനെയുള്ളവരുടെ വേറൊരു തമാശ എന്തെന്നറിയോ, ഇങ്ങനെയുള്ളവർ സ്വയം ആസ്വദിച്ച് ചെയ്യുകയും ചെയ്യും, അപ്പുറത്തുള്ളവരെ കളിയാക്കുകയും ചെയ്യും. ചിലവരിട്ട് എല്ലാവരും അങ്ങനെയല്ല. ഇതിപ്പോൾ ഇപ്പുറത്തുള്ള വീടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഭർത്താവ് ഭാര്യനെ സഹായിക്കണോ, മക്കള് പണിയെടുക്കണമൊക്കെ കാണുമ്പോൾ ഇവരെ ഇരുന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇവരെ ഭർത്താവിനോടും മക്കളോടും പറയാം, അയ്യോ പാവം ആ വീട്ടിൽ അവൻ്റെ ഒരു കഷ്ടകാലം നോക്കിയാലേ, പെണ്ണ് അവൾക്ക് ചെയ്തു പോരത്, ഭർത്താവിനെ കൊണ്ട് എടുപ്പിക്കണ നോക്കിയാൽ പിള്ളേരെ കൊണ്ടൊക്കെ ചീപ്പിക്കണ നോക്കിയേ. അപ്പൊ ഇവിടുത്തെ ഭർത്താവും പറയാം, അതന്നെ നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം, നീ എല്ലാതും ചെയ്തു ഞങ്ങൾക്ക്. ആ പെണ്ണിനെ ഒരു കാര്യമില്ല, അവനെ അതിൻ്റെ പറയാം അവൻ പെൺകോന്തൻ, മറ്റവനെ കുറ്റം പറയാം പെൺകോന്തൻ, കണ്ടില്ലേ പെണ്ണിന്റെ പിന്നാലെ നടന്ന് പണിയെടുക്കണം. അപ്പൊ ഇവർക്കും ഭയങ്കര അഭിമാനത്തില് ഈറ്റങ്ങൾ ഇങ്ങനെ കഴുതേരെ പോലെ പണിയെടുക്കുക. കുട്ടികൾ മനസ്സിലാവുള്ളത് ഇവരെ ചൂഷണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരിങ്ങനെ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കാന്നുള്ളതേ അവർക്ക് മനസ്സിലാവണില്ല. അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കുറേ മാറ്റമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് പ്രായമുള്ളവരാട്ടാ ഇങ്ങനെയുള്ളത്, ചെറുപ്പക്കാരിലില്ല ഈ സ്വഭാവമുള്ളവര്. അടുത്ത സൂര്യ പി കാക്ക, ആദ്യമായിട്ടാണ് 2 പേര് എന്നെ കുറിച്ച് ഇത്രയും നല്ലത്, കാക്ക പറയാണ്, ആദ്യമായിട്ടാണ് 2 പേര് എന്നെ കുറിച്ച് ഇത്രയും നല്ലത് പറഞ്ഞു കേൾക്കുന്നത്, അതും ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്. അപ്പൊ അതിന് നന്ദി പ്രകടിപ്പിക്കുമ്പോ അവരൊക്കെ സാക്ഷിയാവണം, അല്ലെങ്കിൽ അത് മോശമായി പോകും. കാക്ക കരഞ്ഞു. ഇപ്പൊ ഒരു കാക്ക ചാർലി ഓടിപ്പിച്ചതിന്. ശാന്തകുമാരി, അതുപോലുള്ള സ്ത്രീകളുണ്ട്, അവർ ചെയ്യുന്ന ദ്രോഹം അവരറിയുന്നില്ല, വല്ലാത്ത അവസ്ഥ. അല്ല, പിള്ളേരും എന്തെങ്കിലും ചെയ്യാൻ പഠിപ്പിക്കാണ്ട് അവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലേ പിള്ളേര്
പഠിപ്പിന്റെ ആവശ്യം ജോലിയുടെ അതൊക്കെ ആവശ്യം ഒറ്റയ്ക്കായോളും, പോണ്ടി ഒക്കെ വന്നു പഠിച്ചോളും. കഴിയുമ്പോഴാണ് തന്നെ പഠിക്കും. തന്നെത്താൻ പഠിച്ചോളും. ഡാലിയ ദിവാകരൻ, ഗുഡ് മോർണിംഗ്. ചാർലിക്ക് morning. ഇമ്രാനും എന്തെങ്കിലും അപകടം മണത്ത് കാണും, അതാണ് ഇപ്പോൾ അവർ ചാടാൻ നോക്കാത്തത്. അവർ നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കുന്നതായിരിക്കും. ബി കെയർഫുൾ. മൃഗങ്ങൾ ഇതൊക്കെ നേരത്തെ അറിയുമെന്ന് കേട്ടിട്ടില്ലേ? ചിലപ്പോൾ ശരിയായിരിക്കും. അടുത്ത ഒരു പ്രവാസി, സരിതേച്ചി ഇംഗ്ലീഷ് കമന്റ് വായിക്കുമ്പോൾ തൃശ്ശൂർ സ്ലാങ്ങിൽ വായിക്കാമോ? അത് നമുക്ക് വായിക്കാൻ വരില്ലേ? നമ്മള് പഴയ കാലത്ത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ നല്ല വിവരമുള്ളവരായിരുന്നു. അവരൊക്കെ ഇംഗ്ലീഷ് എന്ത് സ്റ്റൈലായിട്ടാണ് വായിച്ചു കൊടുക്കുന്നത്. ഇംഗ്ലീഷുകാർ വായിക്കണ പോലെയല്ല, അതേപോലത്തെ ആക്സെൻറ്റിലല്ലെങ്കിലും തൃശ്ശൂർ സ്ലാങ്ങിൽ പോവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇപ്പം നമ്മുടെ കാജു അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് നമ്മള് അങ്ങനെ ടീച്ചർമാരും അങ്ങനെ തന്നെയാണ് ഡൂയിങ് അല്ലെ, നീ എന്തുട്ടി ചെയ്യണേ ചോദിക്കില്ലേ, അതേപോലെ അപ്പൊ നമ്മൾക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ വാട്ട് യു ഡൂയിങ് അങ്ങനെ പറയും ടീച്ചർമാർ. അങ്ങനെയാണ് നമ്മളോട് നമുക്ക് പറഞ്ഞു തരാ. നമ്മള് ഇപ്പൊ വർക്ക്ഡ് അപ്പൊ ഇ ചേർത്തിട്ടുള്ള പാസ്റ്റ് ടെൻസുകൾ വരുമ്പോൾ ടീച്ചർമാർ പറയും, അത് വായിക്കുമ്പോൾ ആ വർക്ക്ഡ് അതിന് ഇടരിക്കോ നിങ്ങള് എന്ന് പറയും ടീച്ചർ. ഇട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനങ്ങട് എടുത്ത് പറയരുത് എന്ന് പറയും. നമുക്ക് മലയാളം നമ്മള് അവിടെ ശബ്ദം ഇല്ലാണ്ടായി പോണം. അതന്നെ, അത് അത്രയ്ക്ക് ഇതില് ഇല്ലാണ്ട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ആണ് ടീച്ചർമാർ നമ്മളെ കൊണ്ട് വായിപ്പിക്കുക. ഇംഗ്ലീഷ് പാഠം നമ്മളെ കൊണ്ടൊക്കെ വായിപ്പിക്കുമല്ലോ, ഓരോ പാരഗ്രാഫ് നമ്മളിങ്ങനെ വായിക്കണം. ക്ലാസ് എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് വായിച്ചിട്ട് വരാൻ പറയുന്നത്. പിറ്റേ ദിവസം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തരെ വിളിച്ച് വായിപ്പിക്കും. അപ്പോൾ വായിക്കുമ്പോൾ ഇങ്ങനെ തപ്പിൻ തടഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെ സ്ട്രെസ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്ക് നമ്മളിങ്ങനെ ഭയങ്കര പ്രാധാന്യം കൊടുത്ത് വായിക്കുമ്പോൾ ടീച്ചർമാർ ചീത്ത പറയാം. അതിന് അങ്ങനെ അങ്ങോട്ട് അതാക്കി വായിക്കേണ്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ. ഇപ്പോഴത്തെ സ്കൂളിൽ പിള്ളേര് എല്ലാ സ്കൂളിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. ചില സ്കൂളിൽ അങ്ങനെയൊക്കെയാന്ന് പറയുന്നുണ്ട്. ടീച്ചർമാർ തന്നെ പറയാം അങ്ങനെയാന്ന് പറയുന്നത്. കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കണം നിർബന്ധമുള്ള സ്കൂളുകളിലേ കുട്ടികൾ അങ്ങനെയാന്ന് പരസ്പരം അങ്ങനെ. അയ്യേ, അത് ഭയങ്കര ബോറാത്. അടുത്ത ലതാ മോഹൻ, ഞങ്ങളുടെ അടുപ്പും പരിസരവും നിറച്ച് ചാക്കും കെട്ടും പാത്രവുമായിരുന്നു. ഇപ്പൊ എല്ലാം വൃത്തിയാക്കി കത്തിക്കാൻ തുടങ്ങി. ഇത്രയും നാള് വിറകടുപ്പ് അടുക്കളയിലെ ഗോഡൌൺ ആയിരുന്നു. ഉപയോഗിച്ചു. അതെ. അടുത്തത് സ്ട്രോബ് ഫ്ലീ, ആളുകൾ നിങ്ങളെ വെറുതെ ഭയപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഇന്ത്യൻ റോക്ക് പൈത്തൻ പെരുമ്പാമ്പ് മനുഷ്യനെ ഒന്നും തിന്നില്ല, കോഴിയും പൂച്ചയും ഒക്കെ കഴിക്കുമെന്ന് മാത്രം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 5:30 ഈ ഊളക്കഥയൊക്കെ ആധികാരികമായി ഫാക്ട് ചെക്ക് ചെയ്യാതെ ഇങ്ങനെ വിളിച്ചു പറയരുത്. നീ കേട്ടിട്ടുള്ള കഥയാണ് അത്. പാമ്പ് തയ്യാറെടുക്കാണെന്ന് പറഞ്ഞില്ലേ, നമ്മളെ വിഴുങ്ങാനായിട്ട് തയ്യാറെടുക്കാണെന്ന് പറഞ്ഞില്ലേ, അതിനെ കുറിച്ചാണ് അത് നമ്മളിങ്ങനെ ആധികാരികമായി നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലല്ല പറഞ്ഞേ. അങ്ങനെ ഞങ്ങളും വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. അറിയില്ല നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. യു കെയിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ മറ്റേ ഇത് വരില്ലേ ഓൺലൈൻ ന്യൂസുകൾ ഇങ്ങനെ. വൈകിട്ടാണ് കമന്റ് റീഡിങ് വന്നത്. ഇന്ന് ഇടേണ്ടതായിരുന്നു ഞായറാഴ്ച, പക്ഷെ ശനിയാഴ്ച ഞങ്ങൾക്ക് ഇത് എടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടാ ഇന്നെടുത്തത്. നാളെ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.